ഇപ്പം ഏകദേശം 8:45 ഞങ്ങൾ ഭക്ഷണം കഴിച്ച് മേലോട്ട് കയറി. ഞാൻ ഈ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു, താഴത്തെ ഫസ്റ്റ് ഫ്ലോറിൽ. ഞങ്ങളെ റൂം അവിടെയാണ്. ആ സമയത്ത് ഈ ഒരു ഭാഗത്ത് കരയിൽ നിന്ന് നേരെ എന്തോ ഒരു സംഭവം അങ്ങനെ നീന്തിയിട്ട് അങ്ങനെ അതുവഴി പോയി. ഞാൻ ടോർച്ച് അടിച്ച് നോക്കി, പക്ഷെ എന്താണെന്ന് വ്യക്തമായിട്ട് കാണുന്നില്ല. അപ്പം കുറച്ച് എക്സൈറ്റ്മെൻ്റൊക്കെ ഉണ്ട്. നമ്മൾ കാട്ടിൻ്റെ നടുക്കായതുകൊണ്ട് ഉറങ്ങാനൊന്നും തോന്നുന്നില്ല. ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. കാട്ടിൽക്കൂടെയൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ സ്റ്റേ ഞങ്ങൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴാണത് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയത്. ഒരു 4 മണിയുണ്ട്, അപ്പോഴത്തേക്കും മയിലൊക്കെ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്നത് മറക്കണ്ടി വാച്ച് ടവർ. മോയാർ ഡാമിൻ്റെ റിസർവോയറാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ആ ഭാഗമൊക്കെ ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ നടുക്കായിട്ടാണ് ഈ വാച്ച് ടവറുള്ളത്. ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ, ഞങ്ങൾ താമസിക്കുന്നത് അവിടെയാണ് ഇന്ന് നൈറ്റ്. അതിന് തൊട്ട് താഴെ ആനപ്പിണ്ടാണ് കാണുന്നത്. ഇന്ന് നൈറ്റ് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലാണ്, എന്തെങ്കിലും കാണുമോയെന്ന് അറിയില്ല. പിന്നെ ആന വന്ന് കാൽപ്പാടൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്തൊക്കെ ആനയുടെ കാൽപാദം കാണുന്നുണ്ട്. എന്തായാലും വെള്ളം കുടിക്കാൻ വരും എന്ന പ്രതീക്ഷയിലാണ്. കുറച്ചപ്പുറത്തായിട്ട് ഞങ്ങൾ നേരത്തെ വന്ന സമയത്ത് മാനൊക്കെ വന്നിട്ട് വെള്ളം കുടിച്ച് പോകുന്നത് കണ്ടു. പിന്നെ മസിനഗുഡിയിൽ നിന്ന് ഊട്ടിക്ക് പോകുന്ന റോഡ് അത് കുറച്ചപ്പുറത്തേക്ക് പോയാൽ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്, കുറച്ചപ്പുറത്തേക്കാണ്. ഫോറസ്റ്റിൻ്റെ നടുക്ക് ഫെൻസിങ് ഒക്കെ ഇട്ടിട്ട് ആണ്. നമ്മൾ രണ്ടാമത്തേലാണ്, അതായത് ഇതിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഡേ ടൈമിൽ ഫെൻസ് ഇലക്ട്രിക് ഒന്നും ഓണല്ല. കാറ് നമുക്ക് ഉള്ളിൽ പാർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഉള്ളിലുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള ബാൽക്കണിയിലെ വ്യൂ ഇങ്ങനെയാണ്. 2 ബെഡ് 3 പേർക്ക് കിടക്കാനുള്ളതാണ്. അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. പിന്നൊരു ബാത്റൂം കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയുള്ള ബാത്റൂമൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇത് ബാക്ക് സൈഡിലുള്ള പുറകുവശത്തുള്ള ബാൽക്കണി. നമ്മൾ കാറാണ് താഴെ കിടക്കുന്നത്. നമ്മളിപ്പോൾ 2nd ഫ്ലോറിലാണ്. റൂം ക്ലോസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ഉള്ളിൽ വ്യൂ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് 2nd ഫ്ലോറിൽ കുറച്ചും കൂടെ ഹൈറ്റ് എന്നുള്ള വ്യൂ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കാണിച്ചു തരാം. 2nd ഫ്ലോറിൽ വരുന്നത് 3 ബെഡാണ്. അതിൽ ഒരു ബെഡ് ഇവിടെയും പിന്നെ ഇവിടെ 2 ബെഡും. എനിക്ക് തോന്നുന്നു എക്സ്ട്രാ ബെഡ് ഇടാൻ മതി. മസിനഗുഡി ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആകെ ഒരു പെട്രോൾ പമ്പ് ഉള്ളൂ. ആ പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഊട്ടിക്ക് പോകുമ്പോൾ അടുത്തൊരു ഹമ്പുണ്ട്. ആ ഹമ്പിൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റ് കയറിയിട്ട് റോഡ് വരുന്നുണ്ട്. ആ റോഡിന് ഇങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മേലെത്തും. അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നാൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ഇവിടെ ബുക്ക് ചെയ്യേണ്ടത് മുതുമല ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് മറവക്കണ്ടി 1, 2 എന്ന് കാണാം. അതിൽ ഞങ്ങളെടുത്തത് 2 ആണ്. ഫസ്റ്റ് ഫ്ലോറ് 1 ആണ് മുകളിലെടുത്തത്. മുകളിൽ 5 ആൾക്ക് വരെ അക്കോമഡേഷൻ കാണിക്കുന്നുണ്ട്. താഴെ 3 പേർക്കാണ്. അപ്പോൾ നിങ്ങളെ ഫോൺ നമ്പർ, ഇമെയിൽ, പിന്നെ വരുന്ന ആൾക്കാരുടെ പേരും കൊടുത്തിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. പിന്നെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ വരുന്ന സമയത്ത് സഫാരി സെൻറ്ററിൻ്റെ, അതായത് മുതുമല സഫാരി സെൻറ്ററിൽ പോയിട്ട് ആ ടിക്കറ്റ് അവിടെ കാണിച്ചിട്ട് അവിടെ എൻ്റർ ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. ചെക്ക് ഇൻ വരുന്നത് 2 മണിക്കാണ്, ചെക്കൗട്ട് 12 മണിക്കും. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്
ഇറങ്ങുകയാണ്. ഏകദേശം ഒരു 11:30 ആയപ്പം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. 2 മണിയാണ് ചെക്കിങ് എങ്കിലും നേരത്തെ വന്നപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് അവർ ക്ലീൻ ചെയ്ത് റൂം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് ഇവിടെ അലൗഡ് അല്ല, പുറത്ത് പോയി കഴിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുഡ് റെഡിയാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും പുറത്ത് പോയിട്ട് കഴിച്ചിട്ട് വരാൻ പോവാണ്. ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് നമ്മൾ ജസ്റ്റ് മോയാർ ഭാഗത്തേക്കൊന്ന് പോയി. നമ്മുടെ സ്റ്റേ ഇരിക്കുന്നതിന് തൊട്ട് സൈഡിൽ കൂടെ പോകുന്ന ഭാഗമാണ് മോയാർ റോഡ്. അതിലെ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. മസിനഗുഡി ടൗണിലെത്തിയാൽ നിങ്ങൾക്ക് അവിടെ ജീപ്പ് സഫാരി സൗകര്യം ലഭ്യമാണ്. ശിങ്കാരയിലേക്കും മോയാറിലേക്കും പിന്നെ വിഭൂതിമലയിലേക്കുമുള്ള പാക്കേജുകളാണ് അവർ പറയുക. ജീപ്പിൻ്റെ റേറ്റാണ് പറയുന്നത്. ഏകദേശം 750 രൂപയ്ക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ പറ്റും. പിന്നെ 1200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 3 കൂടിയുള്ള പാക്കേജ് കിട്ടും. പിന്നെ വിഭൂതിമല മാത്രമാണെങ്കിൽ 500 രൂപയ്ക്കും അവർ ചെയ്തു തരുന്നതാണ്. ഞങ്ങൾ സെലക്ട് ചെയ്തത് വിഭൂതിമലയിലേക്കാണ്. മുകളിലൊരു ക്ഷേത്രവുമുണ്ട്. അപ്പോൾ ഈ പേര് വന്നത് അതിൽ നിന്നാവാം. വിഭൂതി എന്നാൽ പ്രസാദം അഥവാ ഭസ്മം എന്നാണല്ലോ അർത്ഥം. ഇവിടേക്കുള്ള റോഡ് നല്ല ഓഫ് റോഡ് തന്നെയാണ്. ഊട്ടിക്ക് താഴെയായിട്ടാണ് ഈ മസനഗുഡി ടൗൺ സ്ഥിതി ചെയ്യുന്നത്. വിഭൂതിമലയിൽ നിന്ന് നല്ല പോലെ ഊട്ടിയുടെ മലനിരകൾ കാണാൻ പറ്റും. മസനഗുഡി ടൗണിൽ നിന്നും അധികം ദൂരെയല്ല ഊട്ടി. കല്ലട്ടിച്ചുരം കയറിക്കഴിഞ്ഞാൽ നേരെ എത്തുന്നത് ഊട്ടിയിലേക്കാണ്. കുറച്ച് സമയം ഇവിടെ ചെലവഴിച്ച ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് മസനഗുഡി ടൗണിലെത്തി. അവിടെ നിന്നും മോയാർ ഭാഗത്തേക്ക് ഞങ്ങളുടെ സ്വന്തം വാഹനത്തിൽ പോകാൻ ശ്രമിച്ചപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഞങ്ങളെ അവിടെ തടഞ്ഞു. 5 മണിക്ക് ശേഷം എല്ലാ ദിവസവും പിന്നെ അങ്ങോട്ടേക്ക് പ്രദേശവാസികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. പിറ്റേ ദിവസം രാവിലെ 6 മണി കഴിയണം പിന്നെ പുറമേ നിന്നുള്ളവർക്ക് അവിടേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ശിങ്കാര ഭാഗത്തേക്ക് ജീപ്പ് സഫാരി എടുത്തു. അവർക്ക് അവരുടെ തൊഴിലായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതിന് വിലക്കില്ല 6 മണി വരെ. നേരെ സ്റ്റേയിലേക്ക് കയറുകയാണ്. സമയം 8:30 നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ സ്റ്റേയിലേക്ക് എത്തി. വണ്ടി ഉള്ളിലാണ് പാർക്ക് ചെയ്തത്. ഞാനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ താഴെ. ഞാനും മുകളിലേക്ക് കയറി അവിടെ ഡോറ് ക്ലോസ് ചെയ്തു. ഇല്ല, ലെൻസ് ഇപ്പം മാറും. നോക്കടി, കുറച്ചപ്പുറത്തായിട്ട് മാനുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ നല്ല ടോർച്ചില്ല, വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. കുറച്ച് നേരത്തെ ഈ കൂമനുണ്ടല്ലോ വെള്ളത്തിൻ്റെ സൈഡിൽ പോയിരുന്നിട്ട് എന്തിനോ പിടിച്ചിട്ട് ഈ മരത്തിൽ വന്നിരിക്കുന്നുണ്ട്. വെളിച്ചക്കുറവാനെ കൊണ്ടാണ് നമുക്ക് നല്ലോണം കാണാൻ പറ്റാത്തത്. അതങ്ങനെ അങ്ങോട്ട് പാറിപ്പോണം. ടോർച്ചടി കാണുന്നുണ്ടോ? എന്തോ ഒന്ന് വെള്ളത്തിൽ കൂടെ ഇല്ല. എന്താ താറാവാണത്? ഇപ്പോൾ സമയം 11 മണി. മാനും എന്നല്ലാതെ വേറൊന്നും നമ്മൾ ഇതുവരെ ഒന്നും കേട്ടിട്ടൊന്നുമില്ല. അലാങ്കോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ദൂരെ നിന്നാണ്. അലാങ്കോൾ കേൾക്കുന്നുണ്ട്, അധികം ദൂരമൊന്നുമല്ല.
നമുക്ക് ചുറ്റിലും എവിടെയോ ആണ്. ഈ ഒരു ഭാഗത്തു നിന്നിട്ടാണ് എൻട്രൻസിൻ്റെ നേരത്തെ കുറേ ദൂരെ നിന്ന് കേട്ടിരുന്നു സൗണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ അറിയില്ല, ഇപ്പോൾ ഒന്നുണ്ടായിരുന്നു. കുറച്ചങ്ങോട്ടേക്ക് നീ പോകുന്നുണ്ട് സൗണ്ട്. ഒരു 4 മണിയുണ്ട്, അപ്പോഴത്തേക്കും മയിലൊക്കെ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഏഴുമണിയായി. നല്ല ഉറക്കമൊഴിഞ്ഞ് അതിനിടയ്ക്ക് കുറച്ചൊന്നും ഉറങ്ങി. ആനയൊന്നും ഇതുവഴി വന്നിട്ടില്ല. പിന്നെ ആ ഒരു ഭാഗത്താണ് ഇന്നലെ രാത്രി മാനൊക്കെ വന്ന് വെള്ളം കുടിച്ചിട്ട് പോയത്. നമ്മളെ കയ്യിൽ ടോർച്ചില്ലാത്തതിനെ കൊണ്ട് അതൊന്നും കിട്ടിയിട്ടില്ല. നല്ല തണുപ്പുണ്ട്. ക്രോസ് ചെയ്ത് പോണേ. നമ്മൾ ആ റോഡിന് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ റൈറ്റ് സൈഡിലായിട്ട് അവിടെ ദൂരെ കണ്ട അതാണ് നമ്മളെ സ്റ്റേ. കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോയിട്ടാണ് റോഡ് വരുന്നത്. ഇന്നലെ ഉറക്കമൊക്കെ ഒഴിഞ്ഞു കുറേ നേരം കാത്തിരുന്ന് നോക്കി. മാന് വെള്ളം കുടിക്കാൻ വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു നേരെ ബാക്ക് സൈഡിലായിട്ട്. പിന്നെ ടോർച്ചില്ലായിരുന്നു, ചെറിയ ടോർച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ആ കാണുന്ന ഭാഗത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും ഇവിടെ വരുന്ന സമയത്ത് ടോർച്ചും സംഭവമൊക്കെ എടുത്തിട്ട് വരണം. പിന്നെ ആലാങ്കോളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, അവിടെ നിന്നുണ്ടായിരുന്നു, ആ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് മസനഗുഡി റോഡുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നില്ല. തൊട്ടടുത്തേക്കൊന്നും വന്നിട്ടില്ല എന്തായാലും. ഇപ്പം ഫുള്ള് വെള്ളം നിറഞ്ഞെടുക്കുകയാണ്. ആ സൈഡിൽ എന്തെങ്കിലും വന്നിട്ട് ഇറങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. കാട് കുറച്ച് കയറിയിട്ടാണ് കിടക്കുന്നത്. ഒരു മെയ് മാസമൊക്കെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഭാഗവും ഈ ഭാഗമൊക്കെ കുറച്ച് വെള്ളം കുറഞ്ഞിട്ട് അവിടെയൊക്കെ കുറച്ച് ലാൻഡ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളൊക്കെ വന്നിട്ട് ഇറങ്ങുന്നത് കാണാൻ പറ്റും വെള്ളം കുടിക്കാനായിട്ട്. ഇപ്പം ഈ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തായിട്ട് മാത്രമാണ് കുറച്ച് ഏരിയ ഉള്ളത്. പിന്നെ ഇന്നലെ രാത്രി ആ ഒരു ഭാഗത്തായിട്ടാണ് മാന് വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോയത്. ടോർച്ചില്ലാത്തതിനെ കൊണ്ട് വ്യക്തമായിട്ട് വേറൊന്നും നമുക്ക് കാണാനും പറ്റിയിട്ടില്ല. ഇന്നലെ ഈ ഭാഗത്തൊന്നും മാൻ്റെ കാഷ്ടം കണ്ടിട്ടില്ല. പക്ഷേ എപ്പോഴത് വന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല കേട്ടോ. ഈ ഭാഗത്തൊക്കെ മാന് വന്നിട്ടുണ്ട്. ഇന്നലെ ഫസ്റ്റ് ഞങ്ങൾ ഇതേ കണ്ടുള്ളായിരുന്നു. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഇവിടെ ഒന്നും കൂടെ ഞാൻ കണ്ടു. അതാ അവിടെയുണ്ട് ആനപ്പിണ്ടം. ആണ് റെഗുലറായിട്ട് വരുന്ന ഏരിയ അല്ല, ഇടയ്ക്കും തലയ്ക്കൊക്കെ വന്ന് പോകുന്നതാണെന്ന് തോന്നുന്നു. കാടിൻ്റെ നടുക്കുള്ള ഒരു ഗ്രാമം, അതാണ് മസനഗുഡി. അതിനിടയിൽ കൂടെയാണ് ഒന്ന് മോയാറും ഒരു ഭാഗം ശിങ്കാരയും. നമ്മളെ സ്റ്റേ മോയാർ റോഡിൻ്റെ ഒരു സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ വന്നതുകൊണ്ട് കാടിൻ്റെ ആ നൈറ്റിലുള്ള വൈബ് കിട്ടിയായിരുന്നു. പക്ഷേ നമുക്ക് സ്പോട്ടിംഗ് ഒന്നും കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ കുറച്ച് നിരാശയുണ്ട്. എന്തായാലും ഇനിയൊരു പ്രാവശ്യം ഇവിടെ വരികയാണെങ്കിൽ അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ലക്കാണല്ലോ അത്. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും കാട്ടിക്കൂടെ പോയിട്ടും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ മോയാർ റൂട്ട് പോയപ്പോൾ തന്നെ റോഡിൽ തന്നെ ടൈഗറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ വന്ന ആൾക്കാർക്ക് കരടീനെ സ്പോട്ട് ചെയ്തെന്ന് പറഞ്ഞു 2 പ്രാവശ്യം. ഞങ്ങൾക്ക് അതും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഭാഗ്യമല്ല, അടുത്ത പ്രാവശ്യം കാണാൻ പറ്റും എന്ന പ്രതീക്ഷ. പിന്നെ ഇതിൻ്റെ പിൻവശം ഇങ്ങനെയാണ്. മുകളിലൊരു ബാക്ക് സൈഡ് 2 ഡോറുണ്ട്, 2 സൈഡിലായിട്ട് ഡോർ വരുന്നുണ്ട്.
സൈഡിൽ കൂടെയാണ് സ്റ്റെയർ. ഫോറസ്റ്റിൻ്റെ ഗാർഡിൻ്റെ റൂം ഇതാണ്. മൊറോക്കണ്ടി 2 ഇതാണ്. മൊറോക്കണ്ടി ഫസ്റ്റ് അതാണ്. അതിൽ 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ 3 പേരെ. അങ്ങനെ 2 ഫ്ലോറാണുള്ളത്. റൂം വെക്കേറ്റ് ചെയ്യാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.